2 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം. അവർ നേർവഴി വിട്ടു തെറ്റി ബെയോരിന്റെ മകനായ ബിലയാമിന്റെ വഴിയിൽ നടന്നു. ജീവവചന പ്രഭാത ധ്യാന ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. നേർവഴി വിട്ടു തെറ്റി പോകരുത് എന്ന വിഷയമാണ് നാം ചിന്തിക്കുവാൻ താല്പര്യപ്പെടുന്നത്. കുടപ്പുറപ്പുകളെ, ദൈവത്തിന് ഒരു വഴിയേ ഉള്ളൂ, അത് നേർവഴിയാണ്. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനും ദൈവനിയോഗമുള്ളവനും ദൈവം അനുവദിച്ചിരിക്കുന്നതും ഈ നേർവഴി മാത്രമാണ്. നേർവഴി വിട്ടു മാറിയവന് കാണുന്നതെല്ലാം വഴിയായിരിക്കും. നേർവഴി വിട്ടു മാറിയവന്റെ ലക്ഷ്യം സകലരെയും വഴിതെറ്റിക്കുക എന്നതുമാണ് എന്ന് വെളിപ്പെടുത്തുന്നതാണ് ബിലയാം എന്ന ദുരുപദേഷ്ടാവിൻ്റെ ജീവിതം. നേർവഴി എന്നത് സത്യസന്ധതയുടെയും പരമാർത്ഥതയുടെയും വിശ്വസ്തതയുടെയും വഴിയാണ്. കൂലിക്ക് പ്രവചിക്കുന്നവനായ ബിലയാം നേർവഴി വിട്ട് തെറ്റി നടക്കുന്നവനുമാണ്. ദിവ്യാഗ്രഹത്തിൽ അഭ്യാസം തികഞ്ഞ ഹൃദയമുള്ള ഒരു പ്രശ്നക്കാരനായിരുന്നു ബിലയാം. ബിലയാമിനെ പോലെയുള്ള ദുരുപദേഷ്ടക്കന്മാരുടെ ഉപദേശം ഇന്ന് അനേക ദൈവമക്കളെ തെറ്റിച്ചു കളയുന്നു എന്നത് മറച്ചു വയ്ക്കുവാനാവാത്ത ഒരു യാഥാർത്ഥ്യമാണ്. ബിലയാമിന്റെ വഴിയിൽ നടക്കുന്ന, നേർവഴി വിട്ടുമാറി നടക്കുന്നവർക്ക് ശക്തമായ മുന്നറിയിപ്പ് പത്രോസ് അപ്പോസ്തലന്റെ ലേഖനത്തിൽ ഇവിടെ നൽകപ്പെട്ടിരിക്കുന്നു. ബിലയാമിന്റെ കൊടും ചതികൾ ഇന്നും പ്രിയരെ അനേകരെയും തെറ്റിച്ചു കളയുന്നുണ്ട്. നാം അതിൽപ്പെട്ട് ദൈവകോപത്തിനിരയായിത്തീരരുത് എന്ന് തിരുവചനം നമ്മളെ ഈ പ്രഭാതത്തിൽ ശക്തമായി ഉപദേശിക്കുന്നു. ബിലയാം ചെയ്ത പാപങ്ങളെ തിരുവചനം വെളിപ്പെടുത്തുന്നുണ്ട്. ബിലയാമിന്റെ വഴി സ്വീകരിക്കരുത് എന്ന് പത്രോസ് അപ്പോസ്തലൻ ഓർപ്പിക്കുന്നു. ബാലാക്കിന്റെ സമ്മാനത്തിനു വേണ്ടിയുള്ള അത്യാഗ്രഹവും അനീതിയുടെ കൂലിയോടുള്ള സ്നേഹവുമായിരുന്നു ആ വഴി. യൂദയുടെ ലേഖനത്തിൽ ബിലയാമിന്റെ വഞ്ചനയെ ചൂണ്ടിക്കാണിക്കുന്നു. ദൈവത്തിന്റെ ശാപം എങ്ങനെ ദൈവജനത്തിന്റെ മേൽ വരുത്താമെന്ന രഹസ്യം പറഞ്ഞു കൊടുക്കുന്നതിന് സ്വീകരിച്ച അനീതിയുടെ കൂലി ബിലയാം സ്വീകരിച്ചു. വെളിപ്പാട് പുസ്തകത്തിൽ ബിലയാമിന്റെ ഉപദേശം എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. ബാലാക്ക് എന്ന ജാതീയ രാജാവ് തൻ്റെ ജനത്തിലെ സ്ത്രീകളെ എബ്രായ ജനത്തിലെ പുരുഷന്മാർക്ക് വിട്ടു നൽകി വ്യഭിചാരത്തിലും വിഗ്രഹാരാധനയിലും അവരെ കുടുക്കി അവരുടെ വേർപാടും വിശുദ്ധിയും തകർത്തു കളഞ്ഞ് ദൈവിക ശാപം അവരുടെ മേൽ വരുത്തുവാനുള്ള ഉപദേശം ബിലയാം ബാലാക്കിന് പറഞ്ഞു കൊടുക്കുകയാണ്. പ്രിയരെ, ഈ കാലഘട്ടത്തിലും വേർപെട്ട ദൈവജനങ്ങളുടെ ഇടയിൽ ഈ വഴിയും വഞ്ചനയും ഉപദേശവും സ്ഥാപിച്ച് ദൈവജനത്തിൻ്റെ മേൽ ദൈവിക കോപം വരുത്തുവാനുള്ള പൈശാചിക തന്ത്രം നടക്കുന്നു എന്നുള്ളതിനാൽ ദൈവജനം ജാഗരൂകരായി കഴിയേണ്ടതിൻ്റെ ആവശ്യകതയാണ് പത്രോസ് അപ്പോസ്തലൻ തന്റെ ലേഖനത്തിൽ കൂടി ദൈവജനത്തിനെ ഓർപ്പിക്കുന്നത്. ദൈവജനത്തിന്റെ വാഗ്ദത്ത യാത്രയെ തടയുന്ന ബാലാക്കിനേക്കാൾ അപകടകാരിയാണ് നേർവഴി വിട്ടുമാറിയ ബിലയാമുമാർ. ബിലയാമിന് ഒന്നറിയാം, തനിച്ചു പാർക്കുന്ന ജാതികളുടെ ഗണത്തിൽ എണ്ണപ്പെടാത്ത, ജാതിക മര്യാദകൾ പഠിച്ചിട്ടില്ലാത്ത വേർപെട്ട ആരാധനക്കാർ ദൈവത്താൽ ശക്തരാണ്. അവരുടെ ദൈവിക പ്രമാണം ശക്തമാണ്. അവരാത്മാവിൽ നിറഞ്ഞവരാണ്. ആത്മാവാണ് അവരെ മുൻപോട്ട് വഴി നടത്തുന്നത്. അവർ ദൈവിക പ്രമാണത്തിൽ മുറുകെ പിടിക്കുന്നിടത്തോളം അവർ ശക്തരാണ്. അവരെ ശപിക്കാൻ സാധിക്കില്ല. ശാപം അവരുടെ മേൽ വ്യാപരിക്കില്ല. അവരെ ആർക്കും ശപിക്കാനൊക്കില്ല. ദൈവിക ശാപം തന്നെ അവരുടെ മേൽ വരുത്തുകയെ നിവർത്തിയുള്ളൂ. അതത്ര എളുപ്പത്തിൽ സാധിക്കുന്ന കാര്യവുമല്ല. അവർ ദൈവത്തെയും ദൈവവചനത്തെയും ഭയപ്പെടുകയും അനുസരിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നിടത്തോളം കാലം അത് സാധ്യമല്ലതാനും. വേർപെട്ട ആരാധനക്കാരായ ദൈവജനം ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനവും അപ്പോസ്തോലിക ഉപദേശവും അനുസരിക്കുന്നിടത്തോളം കാലം അവരുടെ മേൽ വിശുദ്ധിയും വേർപാടും നിലനിൽക്കുവാനിടയായിത്തീരും. വിശുദ്ധിയും വേർപാടും നിലനിൽക്കുന്നിടത്തോളം, നിലനിർത്തുന്നിടത്തോളം
അവരുടെ മേൽ ദൈവിക കോപം ഉണ്ടാകുകയില്ല. അത് തകർക്കുക എന്ന ഉപദേശം അവരുടെ വിശുദ്ധി തകർത്ത് കളയുക, അവരുടെ വേർപെട്ട ജീവിത നിലവാരം തകർത്ത് കളയുക എന്നുള്ള ഉപദേശം ബിലെയാം ബാലാക്കുമാർക്ക് ഉപദേശിച്ചിട്ടുണ്ട് എന്നത് നമ്മെ ഭയപ്പെടുത്തേണ്ട കാര്യമാണ്. ആ വിഷയത്തിൽ നാം എപ്പോഴും സൂക്ഷ്മതയോടെ ശ്രദ്ധയോടെ വീക്ഷിക്കേണ്ടിവരുമാണ്, ശ്രദ്ധിക്കേണ്ടിവരാണ്. പ്രിയര്, ബാലാക്കുമാർ അതിനുവേണ്ടി ഇന്നും പണിയെടുക്കുന്നുണ്ട് എന്നതിൽ വിളിക്കപ്പെട്ട ദൈവമക്കൾ ദൈവവചനത്തിന്റെ പാത വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറിപ്പോകരുത്. തനിച്ചു പാർക്കുന്ന ദൈവജനത്തിന്റെ ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടാത്ത ദൈവമക്കളുടെ അധരത്തിൽ സ്തുതിയും സ്തോത്രവും ഉള്ളിടത്തോളം കാലം, അവർ ആത്മാവിൽ ആരാധിക്കുന്നിടത്തോളം കാലം, അവരുടെ കൂടാരത്തിൽ വിശുദ്ധിയും വേർപാടും ഉള്ളിടത്തോളം കാലം ഒരു ദോഷവും അവരോട് ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല. ജാതികളുടെ കൂടെ ഇടകലരുവാൻ പോകരുത്. ജാതിക മര്യാദകൾ ശരീരത്തിൽ എടുക്കുവാൻ അനുവദിക്കരുത്, തുനിയരുത്. ദൈവിക പ്രമാണം വിട്ടുകൊണ്ടുള്ള ഒരു ജീവിതമാണ് നയിക്കുന്നതെങ്കിൽ നാവിലെ സ്തോത്രത്തിന് സ്തുതിക്കും ഒരു വിലയും ദൈവം കൽപ്പിക്കുകയില്ല, പ്രാർത്ഥന ഫലിക്കുകയുമില്ല. അതുകൊണ്ട് ബിലെയാമിന്റെ ഉപദേശത്തിൽ വീഴാതെ സൂക്ഷിക്കുക. നേർവഴി വിട്ടുമാറി നടക്കുന്നു എന്ന അനുഭവമാണെങ്കിൽ, പ്രിയരെ, ബിലെയാമിന്റെ വഞ്ചനയിൽ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫലമായി ദൈവിക കോപം എൻ്റെ മേൽ ഉണ്ട് എന്ന് തോന്നുന്നുവെങ്കിൽ നിശ്ചയമായും ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു, മടങ്ങി വരിക, ദൈവവചനം അനുസരിച്ച് അനുതപിച്ചേറ്റു പറയുക, ദൈവത്തോട് നിരപ്പ് പ്രാപിക്കുക. വലിയ ദോഷം ഭവിക്കുന്നതുവരെ കാത്തിരിക്കാതെ, നാശമുണ്ടാകുന്നതിന് കാണുവാൻ വേണ്ടി കാത്തിരിക്കാതെ വേഗം നേർവഴിയിലേക്ക് മടങ്ങി വരിക. കൂടപ്പിറപ്പുകളെ, ദൈവം കരുണാമയനാണ്, നീതിമാനാണ്, പരിശുദ്ധനാണ്. തന്നെ മാനിക്കുന്നവരെ താൻ മാനിക്കുന്ന ദൈവവുമാണ്. ഈ നാളുകളിൽ നമ്മെക്കുറിച്ചും വെളിപ്പെടട്ടെ, ഇതാ തനിച്ചു പാർക്കുന്ന ജനം ജാതികളുടെ ഗണത്തിൽ എണ്ണപ്പെടുന്നതുമില്ല. വിഗ്രഹങ്ങളെ വണങ്ങാതെ, വിഗ്രഹാർപ്പിതങ്ങളൊന്നും ഭക്ഷിക്കാതെ, ജാതിക മര്യാദകളൊന്നും അനുഷ്ഠിക്കാതെ വിശുദ്ധിയും വേർപാടും അനുഷ്ഠിക്കുക. ആത്മാവിനെ അനുസരിച്ച് കാൽച്ചുവടുകളെ വയ്ക്കുക. കർത്താവിൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കുക. ബിലെയാം നമ്മുടെ മേൽ ആധിക്യം നേടാതെ, ബാലാക്ക് നമ്മുടെ മേൽ ആധിപത്യം സ്ഥാപിക്കാതെ, ജീവിക്കുന്ന ദൈവത്തിൻ്റെ വചനം വിശ്വസിക്കുന്നവരായി, ജീവിക്കുന്ന ദൈവത്തിൻ്റെ വചനം ഉള്ളിൽ വസിക്കുന്നവരായി, പ്രിയര, ദൈവത്തിനായി തന്നെ നിലകൊള്ളുക. അങ്ങനെയെങ്കിൽ നിശ്ചയമായും നേർവഴിയിൽ നയിക്കപ്പെടുന്നവർ, നടക്കപ്പെടുന്നവർ എന്ന് കണ്ട് പരിശുദ്ധനായ ദൈവത്തിൻ്റെ സകലവിധ കരുണാകൃപ കടാക്ഷങ്ങളും നമ്മുടെ മേൽ അവൻ ചൊരിഞ്ഞു തരുവാൻ ഇടയായി തീരും എന്ന് മറക്കരുത്. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ നമുക്ക് അടയ്ക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല ദിവസം പ്രഭാതത്തിൽ ദൈവത്തിന് മാറ്റമില്ലാത്ത തിരുവചനം ശ്രദ്ധയോടെ കേട്ട് ധ്യാനിച്ച് ബലപ്പെടാൻ ഞങ്ങൾക്ക് നൽകി തന്ന ഈ അനുഗ്രഹീതമായ നല്ല ദിവസത്തിൻ്റെ ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ മക്കളെല്ലാവരെയും കർത്തൃകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ആരും നേർവഴി വിട്ടുമാറുവാൻ ഇടയാകരുത്. ബിലെയാമുമാരുടെ ഉപദേശം പിടിക്കുവാൻ, ബാലാക്കുമാരുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കുന്നവരായി തീരുവാൻ ഇടയാകാതെ സൂക്ഷ്മതയോടെ വിശ്വാസ വിശുദ്ധ ജീവിതം നയിക്കുവാൻ, വേർപാടും വിശുദ്ധിയും ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ കൂടാരത്തിൽ, ഞങ്ങളുടെ കൂട്ടായ്മയിൽ നിലനിർത്തുവാൻ ഞങ്ങൾ ശ്രമിക്കുന്നവരായി, പ്രയത്നിക്കുന്നവരായി തീരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവിനാൽ സഹായിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അപ്പൻ്റെ കരുണയും കൃപയും ഞങ്ങൾ ചോദിക്കുന്നു. ഇന്നിൻ്റെ വിടുതൽ ഇന്ന് പകലിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന മക്കളുടെ മേൽ പകരേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നപ്പ, പ്രാർത്ഥന കേട്ടവൻ കൃപയ്ക്കായി സ്തോത്രം. മഹത്വം അങ്ങയ്ക്ക്. സകലത ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു കർത്താവിൻ്റെ ധന്യമായ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നു. ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയ വചനങ്ങളാൽ പരിശുദ്ധനായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നതിനാൽ അവൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ.